കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നടൻ ശ്രീനിവാസൻ അന്തരിച്ചത്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തി ധാരാളം വീഡിയോസ് ഇങ്ങനെ ചാനലുകളിൽ വരുന്നു. അതിൽ കൈരളി ചാനലിൽ മുൻപ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യ കമല ടീച്ചറും ശ്രീനിവാസനുമായ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ആരാരെ ഇന്റർവ്യൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു സംവാദം പോലുള്ള സംഭാഷണമുണ്ട്. അത് ഇന്നലെ കൈരളി ചാനൽ, അദ്ദേഹം അന്ന് മുഖ്യമന്ത്രിയാണോ അതോ പാർട്ടി സെക്രട്ടറി ആണോ എന്ന് എനിക്കറിയില്ല, കുറച്ച് പഴയ വീഡിയോ ആണ്. അതിനകത്ത് ദൈവമുണ്ടോ എന്നൊരു ചോദ്യം ചർച്ചയിൽ വരുന്നുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ ദൈവം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രീനിവാസൻ ഇല്ല എന്നൊക്കെ ചിന്തിച്ച് പിന്നെ യുക്തിവാദിയായി അവസാനം ദൈവം ഉണ്ടെന്നുള്ള നിലയിലേക്കൊക്കെ ദൈവത്തിനെ പിണക്കണ്ട എന്ന് പറഞ്ഞാൽ അതിനൊക്കെ മാറിയ കാര്യം പറഞ്ഞിട്ട് പിണറായിയോട് ചോദിക്കുന്നുണ്ട് ദൈവം ഉണ്ടോ എന്ന്. അപ്പൊ പിണറായി പറയുന്നുണ്ട്, ഒരു ശ്ലോകം പറയുന്നുണ്ട് 4 വരി. ഞാൻ ശ്ലോകം ഇപ്പൊ പറയുന്നില്ല. ആ ശ്ലോകത്തിൽ അനുസരിച്ച് ഹൃദയത്തിൽ ഈശ്വരനുള്ളവൻ എന്തിനാണ് പ്രതിഷ്ഠയുടെയും പ്രതിമയുടെയും പിറകെ പോകുന്നത്? ഏതുപോലെ ഉള്ളം കയ്യിൽ പാൽപ്പായസം വെച്ചവൻ പിന്നെ ആ പാൽപ്പായസത്തെ അടുത്ത കൈ കൊണ്ട് അടച്ചു വെച്ചതിന് ശേഷം അടുത്തവന്റെ കയ്യിൽ നിന്ന് മുട്ടിലൂടെ ഒഴുകുന്ന പാൽപ്പായസം എന്തിന് നക്കാൻ നടക്കുന്നു എന്നാണ് പിണറായി വിജയൻ ആ ശ്ലോകത്തെ കുറിച്ച് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലാണ് ദൈവം ഇരിക്കുന്നത്, എന്തിന് മറ്റിടത്തെ പോകുന്നു? അപ്പൊ പിണറായി വിജയന്റെ ഹൃദയത്തിൽ ദൈവമുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അത് നല്ല ശ്ലോകമാണ്, സംസ്കൃത ശ്ലോകം നന്നായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി രണ്ടാമത് ആ ശ്ലോകം തന്നെ സംസ്കൃതമായി ബന്ധപ്പെട്ട അധ്യാപകരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നു, അങ്ങനെ പായസം ഇത് തന്നെയാണ് അർത്ഥം. ഈ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനെ ഭജിക്കാതെ എന്തിനാണ് പ്രതിമയിലും ഇരിക്കുന്ന ഈശ്വരനെ ഭജിക്കുന്നത്? ഏതുപോലെ പായസം കയ്യിലിരിക്കുന്നത് പോലെ പായസം കയ്യിൽ അടച്ചു വെച്ചിട്ട് ശർക്കര എന്തിനു തേടി പോകുന്നു എന്നുള്ള ഒരു ചെറിയ വ്യത്യാസം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പറഞ്ഞ കാര്യം, വളരെ കൃത്യമായ ഈശ്വര വിശ്വാസിയാണ് പിണറായി വിജയൻ. പാർട്ടി കോൺഗ്രസ് നടന്നപ്പോൾ, മധുരയിൽ വെച്ച് നടന്നപ്പോൾ, അവിടുത്തെ 2 ക്ഷേത്രങ്ങളിൽ കമല ടീച്ചറും മകളും വീണ വിജയനും പോയി പൂജയ്ക്ക് കൊടുത്തിരുന്നു. മാത്രമല്ല പയ്യന്നൂരിലുള്ള ജ്യോതിഷിയെ, വളരെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം പയ്യന്നൂർ ജ്യോതിഷിയാണ് പോയി കാണുന്നത്. ജ്യോതിഷിയെ പോയി കണ്ടിട്ട് അവർ കാര്യങ്ങൾ തിരക്കിയിരുന്നു. കണ്ടകത്തിൽ ശനിയിൽ ഹേതുവിന്റെ അപകാരം കൂടെ ഉള്ളത് കൊണ്ട് ഒരു ഹേതുവില്ലാതെ അല്ലെങ്കിൽ കാരണമില്ലാതെ കഷ്ടകാലം വരും എന്നൊക്കെ പഠിച്ച് അതനുസരിച്ചാണ് അദ്ദേഹം ഒരുപാട് ജനകീയമായിട്ടൊക്കെ തീരുമാനിച്ചത്. ഞാനിത് പറയാൻ കാരണം, സനാതന ധർമ്മത്തെക്കുറിച്ച് ഈ പുറത്ത് തെറി പറയുന്നതല്ല പിണറായി വിജയന്റെ ഉള്ളിലിരിക്കുന്നത്. ഗോവിന്ദ മാഷിനും അങ്ങനെ ആയിരിക്കും. എന്താണ് സനാതന ധർമ്മം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഗൗരവമായി വീഡിയോസ് ചെയ്യണം. അത് ചെയ്യാം, തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആഗ്രഹം തന്നെയാണ്. പക്ഷേ ഈ സനാതന ധർമ്മം ഇല്ലാതെ അത് അശ്ലീലമാണെന്ന് ഗോവിന്ദ മാഷ് പറയുകയും അത് മോശമാണെന്ന് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസവും പറയുകയുണ്ടായി. എന്തിനാണ് ഉള്ളിൽ ഒരു ദൈവികത വെച്ചുകൊണ്ട്, ഉള്ളിൽ വേദങ്ങളും ഈ സംസ്കൃതമൊക്കെ പഠിച്ചു വെച്ചുകൊണ്ട് അതിന്റെ അർത്ഥമെല്ലാം കരഗസ്ഥമാക്കിയിട്ട് എന്തിനാണ് പിണറായി വിജയൻ പുറത്ത് ഇങ്ങനെ ഒരു ഭൗതികവാദിയാകുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അത് വളരെ രസകരമാണ്. അത് പഠിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരുപാട് പേര് ഇങ്ങനെയാണ്, ഉള്ളിൽ ആത്മീയതയും ദൈവവിശ്വാസവും കാര്യങ്ങളൊക്കെ കൊണ്ടുനടക്കുകയും പുറത്ത് വലിയ ഭൗതികത പറയുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. സനാതന ധർമ്മത്തെ ചില കാര്യങ്ങൾ സൂചനകളോട് നോക്കിക്കൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. സനാതനം എന്ന് പറഞ്ഞാൽ എറ്റേണൽ, നശിച്ചു പോകാത്തത്, ഒരു കാലത്ത് നശിച്ചു പോകാത്തത്, നശിപ്പിച്ചു കൂടാത്തത്, നശിച്ചു പോകാതെ കൊണ്ടുപോകേണ്ടത്, ഇങ്ങനെ പല അർത്ഥത്തിൽ മനസ്സിലാക്കാം. ധർമ്മം എന്ന് പറഞ്ഞാൽ ടു അപ്ഹോൾഡ്, ഉയർത്തിപ്പിടിക്കണം, സംസ്കൃത വാക്കാണ്. ടു അപ്ഹോൾഡ്, ഉയർത്തിപ്പിടിക്കണം. അപ്പൊ എന്താണ് സമൂഹത്തിൽ, ജീവിതത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്? കേവലം മനുഷ്യനായിരുന്ന മനുഷ്യൻ കാനനത്തിൽ ജീവിച്ച് കാട്ടുമൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനായി മാറിയതിനു ശേഷം പിന്നെ അവൻ മാനവനാകാനുള്ള ഒരു ഓട്ടമുണ്ട്. ആ ഓട്ടത്തിനിടയിൽ തന്റെ ശരീരത്തെ കുറിച്ച് പഠിച്ചു, മനസ്സിനെ കുറിച്ച് പഠിച്ചു, അത് കഴിഞ്ഞ് ജീവനെ കുറിച്ച് പഠിക്കുന്നു, പിന്നെ ആത്മാവെന്ന് പറയുന്ന സങ്കല്പം പഠിക്കുന്നു, പിന്നെ അത് പരമാത്മാവെന്നൊക്കെ പറയുന്ന ആത്മീയതയുടെ വിവിധ തലങ്ങൾ പഠിക്കുന്നു. അപ്പോഴാണ് മനുഷ്യർ മനസ്സിലാക്കിയത് ഈ പ്രപഞ്ചത്തിൽ ചില കാര്യങ്ങളുണ്ട്. അത് വേദങ്ങൾക്ക് മുമ്പുമുണ്ട്. പലരും പഠിച്ചു വെച്ചിരിക്കുന്ന വേദങ്ങളിലാണ് സനാതനധർമ്മം കിടക്കുന്നതാണ്. അല്ല, വേദങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ട്. വേദങ്ങളിൽ അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്താണ് സത്യം എന്ന് പറയുന്നത്? എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുപോകണം? മനുഷ്യ ജീവിതത്തിലെ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാര്യം, ടു അപ്ഹോൾഡ്, ധർമ്മം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാര്യമാണ് സത്യം. സത്യം, ധർമ്മം, നീതി എന്നൊക്കെ പറയാം, തെറ്റാണ്. ഈ സത്യവും ധർമ്മവും ഒന്നല്ല. ധർമ്മം എന്ന് പറഞ്ഞാൽ ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. എന്ത് ഉയർത്തിപ്പിടിക്കണം എന്ന് വെച്ചാൽ സത്യം ഉയർത്തിപ്പിടിക്കണം. ജീവിതത്തിൽ എപ്പോഴും സത്യം ഉയർത്തിപ്പിടിക്കണം. മനുഷ്യൻ എല്ലാ നിമിഷവും സത്യം ഉയർത്തിപ്പിടിക്കണം. 2 എന്ന് പറയുന്നത് സ്നേഹം എല്ലായ്പ്പോഴും ഉയർത്തിക്കൊണ്ടു പോകണം. അഹിംസ കൊണ്ടുപോകണം ജീവിതത്തിൽ. അഹിംസ എന്ന് പറഞ്ഞാൽ കൊല്ലാതിരിക്കലല്ല, അർഹതയുള്ളത് മാത്രം എടുക്കുന്നതാണ്. അല്ലാതെ കൊല്ലാതിരിക്കലല്ല. കൊല്ലാതിരുന്ന ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല മനുഷ്യൻ. ഞാൻ ഈ സംസാരിക്കുമ്പോൾ
എന്റെ സംഭാഷണത്തിന്റെ ചൂട് അല്ലെങ്കിൽ ഈ വായു, ചൂടുള്ള വായു അല്ലെങ്കിൽ തണുത്ത വായുവാണ്, ഏത് വായു ആയാലും പുറത്ത് വന്നാൽ ആ ടെമ്പറേച്ചർ താങ്ങാൻ പറ്റാത്ത സൂക്ഷ്മജീവികൾ ഒരുപാട് ചത്തുപോകും. അപ്പം അത് പിന്നെ ഞാൻ ചവിട്ടി നടക്കും. എല്ലാ കാര്യം, എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ പ്രപഞ്ചത്തിലെ ഒരുപാട്, പിന്നെ വലിയ തോതിൽ എടുത്തു കഴിഞ്ഞാൽ ചെറിയ ജീവികളെ കൊന്ന് തിന്നിട്ടാണ് വലിയ ജീവികളിലൂടെ ജീവിക്കുന്നത്. നമ്മൾ മത്സ്യം തിന്നുന്നു, എന്തെല്ലാം തിന്നുന്നു. അപ്പൊ കൊല്ലാതിരിക്കൽ ഒരു പണിയല്ല. പക്ഷെ അഹിംസ എന്ന് പറഞ്ഞാൽ അർഹതയുള്ളത് മാത്രം എടുക്കുന്നതാണ് അഹിംസ, അല്ലാതെ കൂടുതൽ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ സത്യം, അഹിംസ, സ്നേഹം, ദയ, കാരുണ്യം, അപരനോടുള്ള സ്നേഹം, നമ്മൾ അപരന്റെ ശബ്ദം സംഗീതം പോലെ ശ്രവിക്കുന്ന കാലം, ഇതെല്ലാം ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് മാർക്സിസത്തിലല്ലേ. മാനവികതയുടെ വലിയ അപ്പോസ്റ്റലന്മാരല്ലേ മാർക്സിസ്റ്റുകാർ. അപ്പോൾ ഒരു കാരണവശാലും ലോകത്തിലെ ഏറ്റവും വലിയ സനാതനവാദികൾ ആരെന്ന് ചോദിച്ചാൽ ആകേണ്ടത്, പ്രായോഗത്തിൽ വേറെയാണ്, ആകേണ്ടത് സനാതനവാദികളാകേണ്ടത് പിന്നെ നമ്മുടെ പിണറായി വിജയനും കാറൽ മാർക്സിന്റെ അനുയായികളും പിന്നെ ഗോവിന്ദ മാഷും ഒക്കെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സനാതനവാദികളാകേണ്ടത്. കാരണം സത്യമാണല്ലോ കമ്മ്യൂണിസം എന്ന് പറയുന്നത്, മാർക്സിസം എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന നീതി, ന്യായം, കരുണ, സഹിഷ്ണുത, ഇതെല്ലാം വേണമല്ലോ. അവരനെ കൊല്ലാതിരിക്കുക, എല്ലാ കാര്യവും വേണം. പക്ഷെ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല. വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിനെ പിന്നെ വേദങ്ങളുമായി ക്ലബ് ചെയ്ത്, ചാതുർവർണ്ണമായിട്ട് ക്ലബ് ചെയ്ത്, ചാതുർവർണ്ണത്തിൽ തന്നെ ബ്രാഹ്മണിക്കലുമായി ക്ലബ് ചെയ്ത്, ബ്രാഹ്മണ വിരുദ്ധമായി കയറ്റി സനാതന ധർമ്മത്തെ കുറ്റം പറയുന്ന ഒരു അശ്ലീല സംസ്കാരം നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്ന് ഞാനല്ല പറയുന്നത്, പിണറായി വിജയനാണ്. ഈ ശ്രീനിവാസനുമായിട്ടുള്ള സംഭാഷണത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. വളരെ കൃത്യമായി സനാതനധർമ്മം നന്നായി പഠിച്ചിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. പക്ഷെ പ്രയോഗിക്കാൻ പ്രയാസമുണ്ട്. മനുഷ്യരുടെ ഏറ്റവും വലിയൊരു പരിമിതി അതാണ്. നമ്മുടെ ഗാന്ധിജി പറയുന്ന പോലെ നമുക്ക് വികാരമുണ്ട്, വിചാരമുണ്ട്. നമുക്ക് പഞ്ചസാര, ഞാൻ ഷുഗറിന്റെ പേഷ്യന്റ് ആണെങ്കിൽ, ഡയബറ്റിക് പേഷ്യന്റ് ആണെങ്കിൽ എനിക്ക് പഞ്ചസാര കഴിച്ചുകൂടാ, ഒരു നിശ്ചിത അളവിൽ കഴിച്ചേകൂടാ, അല്ലെങ്കിൽ കഴിക്കുകയാണെങ്കിൽ നിശ്ചിത അളവിൽ കൂടുതൽ കഴിച്ചുകൂടാന്ന് എനിക്കറിയാം. എന്റെ വിചാരം എനിക്ക് അത് അറിവ് തരുന്നുണ്ട്, ഡോക്ടർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലഡു കാണുമ്പോൾ, പായസം കാണുമ്പോൾ, അല്ലെങ്കിൽ കേക്ക് കാണുമ്പോൾ എന്റെ വിചാരത്തെ ഓവർടേക്ക് ചെയ്തുള്ള വികാരം കയറി വരും. ആ വികാരത്തെ എനിക്ക് പിടിച്ചു നിർത്താൻ കഴിയാതിരിക്കുമ്പോൾ ഞാൻ മധുരം കഴിക്കും. അവിടെയാണ് ഒരു പ്രശ്നം കിടക്കുന്നത്. മനുഷ്യൻ ഈ സനാതന ബോധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവനവന്റെ വികാരങ്ങളെയും കൂടി അടിമപ്പെടുത്തി വിചാരങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് പോകും. മനുഷ്യന്റെ വികാരങ്ങളെ താഴ്ത്തി വിചാരങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് പോകണമെന്നാണ് ഗാന്ധിജിയൊക്കെ പറയുന്നത്. അപ്പൊ കേവല വികാരങ്ങൾക്ക് അടിമപ്പെടാതെ മനുഷ്യനെ വിചാരങ്ങളിലേക്ക് കൊണ്ടുപോയി കൂടുതൽ ക്രിയേറ്റീവായി ചിന്തിപ്പിക്കുന്ന, കൂടുതൽ ശരിയിലേക്കും സത്യത്തിലേക്കും അഹിംസയിലേക്കും കൊണ്ടുപോകുന്നതിന് മനുഷ്യൻ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന കുറെ അധികം മൂല്യങ്ങളാണ്, കുറെ മാനവിക വിഷയങ്ങളാണ് ഈ സനാതന ധർമ്മത്തിനകത്ത് പറയുന്നത്. അതില്ലാതെ നിങ്ങൾക്കും എനിക്കും ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഭൂമിയിൽ അങ്ങനെ ഇല്ലാത്തവരാണ് തീവ്രവാദികളായിട്ടും മത തീവ്രവാദത്തിന്റെയും മതവർഗീയവാദത്തിന്റെയൊക്കെ കൊള്ളക്കാരും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ സനാതന ധർമ്മികളല്ല. അല്ലാതെ ജീവിക്കുന്ന സകല ജനങ്ങൾക്കും സനാതന ധർമ്മം ഇല്ലാതെ അവർ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ പ്രയോഗിച്ചോ പ്രയോഗിക്കാതെയോ എന്തായാലും ഈ ധർമ്മമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തിയറി. ഇത് നമുക്ക് മറ്റൊരവസരത്തിൽ വളരെ വിശദമായി ഇത് പറയാം. എന്തായാലും വളരെ ഗൗരവതരമായ ഒരു വിഷയമായി ഇത് ഇപ്പോൾ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് ഇത് നമ്മൾ വീണ്ടും ചർച്ചയ്ക്ക് വെക്കുന്നത്.